എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി കഴിഞ്ഞ ധ്യാന ചിന്തയ്ക്ക് തിരഞ്ഞെടുത്ത വാക്യത്തിൻ്റെ അവസാന ഭാഗമാണ് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. യോഹന്നാൻ പറയുന്നു, ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. പത്മോസ് നാടുകടത്തലിൻ്റെ ദ്വീപാണ്. എന്നാൽ പത്മോസിനെ ദർശനങ്ങളുടെ ദ്വീപാക്കി മാറ്റിയ യോഹന്നാൻ വളരെ അഭിമാനത്തോടെ പറയുന്നു, പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. അന്ന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റിൻ്റെ ഭാഗമായി ദേശദ്രോഹികൾ, കൊലപാതകികൾ, കൊടും ക്രൂരത ചെയ്ത ആളുകൾ, രാഷ്ട്രത്തിന് വിരോധമായി അല്ലെങ്കിൽ റോമ സാമ്രാജ്യത്തിന് വിരോധമായി നിലനിൽക്കുന്നു എന്ന് തോന്നുന്നവരെയൊക്കെ നാടുകടത്തിയിരുന്ന ഇടമായിരുന്നു പത്മോസ്. വെളിപാടുണ്ടായത് പത്മോസ് ദ്വീപിൽ വെച്ചാണെന്ന് യോഹന്നാൻ വളരെ വ്യക്തമായി പറയുന്നു. യോഹന്നാനെ ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തിയെന്ന് ആദിമസഭയിൽ വാർത്ത പരന്നതായി പിതാക്കന്മാരുടെ എഴുത്തിൽ വായിക്കാം. തെർത്തുല്യനാണ്, സഭാപിതാവായിരുന്ന തെർത്തുല്യനാണ് അതിനെക്കുറിച്ച് സൂചന നൽകുന്നത്. പത്മോസ് ദ്വീപ് ഫലശൂന്യവും വരണ്ടതുമായ പാറക്കെട്ടുകളുടെ ദ്വീപാണ്. സ്പൊറാഡസ് എന്ന ദ്വീപസമൂഹത്തിലൊന്നാണിത്. ഇതിന് 10 മൈൽ നീളം, 5 മൈൽ വീതിയുമുണ്ട്. ചന്ദ്രക്കലയുടെ ആകൃതി. ചന്ദ്രക്കലയുടെ കൊമ്പുകൾ കിഴക്കോട്ട് അഭിമുഖമായിരിക്കുന്നു. അതുകൊണ്ട് ഇത് പ്രകൃതിദത്തമായ ഒരു നല്ല തുറമുഖമാണ്. ഏഷ്യ മൈനറിൽ നിന്ന് 40 മൈൽ ദൂരത്ത് മധ്യധരണി കടലിലാണിത് സ്ഥിതി ചെയ്യുന്നത്. റോമയിൽ നിന്ന് എഫസോസിലേക്കുള്ള സമുദ്രയാത്രയിൽ ഇടയ്ക്കുള്ള അവസാനത്തെ സങ്കേത സ്ഥാനമാണ് ഇത്. കുറ്റവാളികളെ മാതൃഭൂമിയുടെ തീരത്ത് നിന്ന് ജീവിത സൗകര്യങ്ങളില്ലാത്ത ഈ ദ്വീപിലേക്ക് ശിക്ഷിച്ച് നാട് കടത്തുന്നത് റോമ ഗവൺമെൻറ്റിൻ്റെ ഒരു രീതിയായിരുന്നു. സാധാരണയായി രാഷ്ട്രീയ തടവുകാരിയാണ് അങ്ങനെ ചെയ്തിരുന്നത്. അങ്ങനെയുള്ളവർക്ക് പൗരാവകാശങ്ങളെല്ലാം നിഷേധിക്കപ്പെടും. ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം ഭക്ഷണ സാധനങ്ങൾ നൽകും. ദ്വീപിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. ബിഥിന്യയിലെ ഗവർണറായിരുന്ന പ്ലിനി യങ്ങർ എന്ന ആള്, അദ്ദേഹം ക്രിസ്തുവിന് പിൻപ് 111-നും 113-നും ഇടയ്ക്ക് അവിടെ ഗവർണറായിരുന്നു. ഇദ്ദേഹം രാജൻ ചക്രവർത്തിക്ക് അയച്ച കത്തുകളിൽ നിന്ന് പീഡനത്തെ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നു. ചക്രവർത്തിയുടെ ഉൾപ്പെടെ അനേകം ദേവവിഗ്രഹങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്നു. അവയെ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരുന്നു. സംശയാതീതരല്ലാത്തവരെ ക്രിസ്ത്യാനികളാണോ എന്ന് ചോദ്യം ചെയ്തിരുന്നു. ക്രിസ്തീയ വിശ്വാസം ഏറ്റുപറഞ്ഞവരെ മനം തിരിയുന്നതിന് അവസരം നൽകി വീണ്ടും ചോദ്യം ചെയ്യുന്ന പതിവ് അന്നുണ്ടായിരുന്നു. അപ്രകാരം 3 പ്രാവശ്യം ഏറ്റുപറഞ്ഞവരെ മരണശിക്ഷയ്ക്ക് വിധിക്കും. ചിലർ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ തന്നെ വിശ്വാസത്യാഗം ചെയ്ത് ക്രിസ്തുവിനെ ശപിച്ചു. ചക്രവർത്തിയുടെയും മറ്റ് ദേവന്മാരുടെയും വിഗ്രഹങ്ങളെ നമസ്കരിക്കുന്ന പതിവ് ഉണ്ടായിരുന്നു. എന്നാൽ യഥാർത്ഥ ക്രിസ്ത്യാനികൾ ഒരിക്കലും അങ്ങനെ ചെയ്തില്ല. ദാർശനിക യോഹന്നാൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായത് ഈദൃശ പീഡനമായിരിക്കാം. യോഹന്നാൻ ഒരു ക്രിസ്ത്യാനിയാണെന്ന കാരണത്താൽ കുറ്റവാളിയായി വിധിക്കപ്പെട്ടവനായിരുന്നു.
എല്ലാ ക്രിസ്ത്യാനികളെയും കുറ്റവാളികളായിട്ടാണ് ഗണിച്ചിരുന്നത്. എന്നാൽ യോഹന്നാനെ കൊന്നുകളയാതെ ദ്വീപിൽ അയച്ച് കുറ്റവാളിയെപ്പോലെ ജോലി ചെയ്യിക്കുകയായിരുന്നിരിക്കണം എന്നാണ് നിഗമനത്തിലൂടെ അറിയുന്നത്. സർ വില്യം റാംസെ ഇപ്രകാരം പറയുന്നുണ്ട്. അദ്ദേഹം വെളിപ്പാട് പുസ്തക സാഹിത്യം അല്ലെങ്കിൽ വെളിപ്പാട് സാഹിത്യങ്ങളെയൊക്കെ നന്നായി പഠിച്ച് വ്യാഖ്യാനിക്കുന്ന ഒരാളായിരുന്നു. യോഹന്നാനെ തീർച്ചയായും അടിക്കുകയും വിലങ്ങ് വയ്ക്കുകയും വസ്ത്രരഹിതനാക്കുകയും പട്ടിണിക്ക് ഇടുകയും നിലത്ത് കിടന്ന് ഉറങ്ങാൻ നിർബന്ധിക്കുകയും ചിലപ്പോൾ ഇരുട്ടറയിൽ അടയ്ക്കുകയും പട്ടാള മേൽനോട്ടത്തിൽ കഠിനമായി ജോലി ചെയ്യിക്കുകയും ചെയ്തിരിക്കും എന്ന് അനുമാനിക്കാമെന്ന് പറയുന്നു. ഡൊമേഷ്യൻ ചക്രവർത്തി തൻ്റെ അനന്തരവളെയും ഭർത്താവിനെയും അവർക്ക് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ചായ്വുണ്ടായതിനാൽ പത്മോസിലേക്ക് നാടുകടത്തുകയും വധശിക്ഷ നൽകുകയും ചെയ്തതായി സഭാപിതാവായ യൂസേബ്യസ് തൻ്റെ സഭാചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും പത്മോസ് ദ്വീപിൽ യോഹന്നാൻ്റെ ജീവിതം സുഖകരമായിരുന്നില്ല എന്നത് ഇങ്ങനെയുള്ള അനുമാനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സമുദ്രത്തിന് അഭിമുഖമായുള്ള ഒരു ഗുഹയിലാണ് യോഹന്നാൻ കിടന്നിരുന്നതെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. യോഹന്നാൻ വസിച്ചിരുന്ന പത്മോസിലെ ഗുഹ പിൽക്കാലത്ത് ദൈവാലയമായി പണിതുയർത്തി. മധ്യനൂറ്റാണ്ടുകളിൽ അത് വിശുദ്ധ യോഹന്നാൻ്റെ നാമത്തിൽ പ്രതിഷ്ഠിച്ചു. രക്തസാക്ഷികളെ ഏറ്റവും ഉന്നതമായി ബഹുമാനിക്കുന്ന മനോഭാവം വളർന്നു വന്നു. അന്ത്യോക്യയിലെ ബിഷപ്പായിരുന്ന ഇഗ്നാത്യോസിനെ പടയാളികൾ റോമയിലേക്ക് മരണശിക്ഷയ്ക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ നഗരം തോറും വിശ്വാസികൾ കൂടി വന്ന് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യവും ഉപദേശങ്ങളും ക്രിസ്തുവിൻ്റെ വാമൊഴി എന്ന പോലെ ശ്രദ്ധിച്ചു കേൾക്കുകയും ഭക്തിയാദരവുകൾ അർപ്പിക്കുകയും ചെയ്തുവെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബിഷപ്പിന് കൊടുക്കുന്നതിനേക്കാൾ വളരെ കൂടുതൽ ആദരവ് രക്തസാക്ഷിക്കാണ് നൽകുക. അതുതന്നെയാണ് ദാർശനിക യോഹന്നാൻ്റെ ഉപദേശങ്ങളുടെയും ഗ്രന്ഥത്തിൻ്റെയും ആധികാരികതയ്ക്കുള്ള ഒരു കാരണം. വെളിപ്പാട് പുസ്തകത്തിൽ അനന്തമായ സമുദ്രത്തിൻ്റെ ദൃശ്യങ്ങളും ശബ്ദ കോലാഹലങ്ങളും പ്രതിഫലിക്കുന്നുണ്ട്. സ്ട്രാഗൻ എന്ന പണ്ഡിതൻ അഭിപ്രായപ്പെട്ടത് വളരെ രസാവഹമായിരുന്നു. കടൽ അല്ലെങ്കിൽ സമുദ്രം എന്ന പദം തലാസ് എന്നാണ് ഈ സമുദ്രത്തിന് ഗ്രീക്കിൽ പറയുന്നത്. ഇത് വെളിപ്പാട് പുസ്തകത്തിൽ 24 പ്രാവശ്യം കുറയാതെ രേഖപ്പെടുത്തുന്നുണ്ട്. വലിയ വെള്ളത്തിൻ്റെ ഇരമ്പലും കണ്ണാടി പോലെ തിളങ്ങുന്ന പളുങ്ക് കടൽ അല്ലെങ്കിൽ അഗ്നി കലർന്നിരിക്കുന്നതും വേർപാടിൻ്റെ സമുദ്രമില്ലാതെയായി കാണാനുള്ള ആഗ്രഹവുമെല്ലാം പത്മോസ് ദ്വീപിലെ പശ്ചാത്തലത്തിൽ നിന്ന് രൂപം കൊണ്ട ദർശന പ്രതീകങ്ങളാണ് എന്ന് സൂചിപ്പിക്കുന്നു. ദൈവവചനം നിമിത്തം താൻ തടവിലാക്കപ്പെട്ടിരിക്കുന്നു എന്ന് യോഹന്നാന് അവിടെ വെച്ച് ബോധ്യമുണ്ടാകുന്നു. അതായത് തനിക്ക് ദർശനം ലഭിച്ചിട്ട് സഭകളോട് ദൂത് അറിയിക്കുന്നതിന് ദൈവം തന്നെ അവിടേക്ക് അയച്ചതാണെന്ന് യോഹന്നാൻ വിശ്വസിക്കുകയാണ്. തൻ്റെ നിയോഗവും ദൗത്യവും നിറവേറ്റുന്നതിന് ആധ്യാത്മിക ചൈതന്യത്തിൽ നിന്ന് ഉടലെടുത്തതാണ് പത്മോസ് ദ്വീപിൽ വെച്ചുണ്ടായ ദർശനങ്ങളും അതേ തുടർന്ന് രൂപം നൽകിയ വെളിപ്പാട് സാഹിത്യ കലാശില്പവും. ഞാൻ പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. വളരെ ഒരഭിമാനത്തോടെയാണ് യോഹന്നാൻ ഇത് പറയുന്നത്. ആയിരുന്നു. ഇതൊരു ഭൂതകാല പ്രയോഗമാണ്, പാസ്റ്റ് ടെൻസാണ്. ദർശനങ്ങൾ ഉണ്ടായത് ദ്വീപിൽ വെച്ചായിരുന്നെങ്കിലും ഗ്രന്ഥരചന നടത്തിയത് എഫെസോസിൽ തിരിച്ചെത്തിയ ശേഷം ആയിരിക്കാനാണ് സാധ്യത. പക്ഷേ യോഹന്നാൻ്റെ വ്യാകരണം ചിലപ്പോൾ കർശനമല്ല എന്ന അഭിപ്രായവും നിലവിലുണ്ട്. എന്തായാലും ശിക്ഷയുടെയും തടവിൻ്റെയും ഏകാന്തതയുടെയും ഒക്കെ ദ്വീപ് ദർശനത്തിൻ്റെ ദ്വീപാക്കി യോഹന്നാൻ മാറ്റിയെടുക്കുന്നു.
പത്മോസിന് സമാനമായ ജീവിതാനുഭവങ്ങളിൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? പത്മോസിന് സമാനമായ ഒറ്റപ്പെടലുകളിൽ നമുക്ക് എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കാൻ സാധിക്കുക? പത്മോസ് എന്നതൊരു പ്രതീകമായി നമുക്കെടുക്കാം. ജീവിതത്തിൻ്റെ പരുപരുത്ത യാഥാർത്ഥ്യങ്ങൾ പത്മോസ് പോലെ നമ്മുടെ വഴികളെ അടച്ചു കളയും, നമ്മളെ ഒറ്റപ്പെടുത്തും, നമ്മളെ നിരാശരാക്കും, എല്ലാം കൈവിട്ടു പോയി എന്ന് തോന്നും. നമ്മുടെ അടുത്ത് തുണയ്ക്കായി ആരും ഉണ്ടാകും എന്ന് കരുതേണ്ടതില്ല. അങ്ങനെ നിരാശയും ദുഃഖവും ഒറ്റപ്പെടലും ഭയവും അസ്വാതന്ത്ര്യവുമൊക്കെ നമ്മളെ ചൂഴ്ന്നു നിൽക്കുമ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളെ ദർശനത്തിൻ്റെ ഇടങ്ങളാക്കി രൂപാന്തരപ്പെടുത്താൻ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അവിടെയാണ് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ദർശനം ലഭിക്കുന്നത്. നന്മയുടെ ആത്യന്തിക വിജയത്തെ സ്വപ്നം കാണുന്ന പത്മോസുകൾ നമ്മെ കൂടുതൽ ആത്മീക തേജസ്സുള്ളവരാക്കും, രൂപപ്പെടുത്തും. ധാരാളം വർഷങ്ങൾ ഒഴുകുന്ന പുഴയിൽ കിടക്കുന്ന ചില മൂർച്ചയുള്ള കല്ലുകൾ ഒഴുക്കിൻ്റെ ഗതി അനുസരിച്ച് തട്ടുകയും മുട്ടുകയും ഉരസുകയും ചെയ്ത് അവസാനം വളരെ ഭംഗിയുള്ള ഒരു രൂപമായി മാറുന്നത് പോലെ ജീവിതത്തെ രൂപപ്പെടുത്താൻ പത്മോസുകൾ അനിവാര്യമാണ് എന്ന ഒരു ആത്മീക ചിന്ത ഇന്നത്തെ പകൽക്കാലം നമ്മളെല്ലാവരെയും ഭരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടി ആയുസ്സിൽ ദാനമായി നൽകിയത് ഓർത്ത് സ്തോത്രം. പത്മോസിന് തുല്യമായ ജീവിതാനുഭവങ്ങളെ ധ്യാനാത്മകമാക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ജീവിതത്തിൻ്റെ ഭംഗി കൂടുതൽ രൂപപ്പെടുത്തിയെടുക്കാൻ പത്മോസുകളിലൂടെ ഞങ്ങളെ സഹായിക്കണമേ. മൂർച്ചയുള്ള അനുഭവങ്ങൾ ജീവിത രൂപപ്പെടലിൻ്റെ ഇടനാഴികളാക്കി കർത്താവ് നൽകുന്നു. നന്ദിയോടെ സ്തോത്രം. ദർശനങ്ങളുടെ ഇടമാക്കി അതിനെ മാറ്റുന്നതോർത്ത് സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞങ്ങൾ വാടിയും തളർന്നും പോകാതെ, നിരാശരായി പോകാതെ, ഊർജ്ജസ്വലതയോടെ ജീവിപ്പാൻ അവിടുത്തെ കൃപ ആവശ്യമാണ്. തളർന്നുപോയി എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ കർത്താവിൻ്റെ ദർശനം ഞങ്ങൾക്ക് കൂട്ടാളിയായി ഉള്ളതുകൊണ്ട് സ്തോത്രം. ഇന്നത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ അവിടുന്ന് വാതിലുകളെ തുറക്കണമേ. വൈവിധ്യമാർന്ന ഭാരങ്ങളും പ്രയാസങ്ങളും ആവശ്യങ്ങളും ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കുന്ന ധാരാളം ആളുകളുണ്ടല്ലോ. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുകയും വിവാഹ വാർഷികം ആഘോഷിക്കുകയും ചെയ്ത് ദൈവത്തെ സ്തുതിക്കുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പിന്നിട്ട നാൾ വഴികളിലെ കൃപ പുതുവർഷത്തിലും അനവരതമായി നൽകണമേ. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കരുണയും കാവലും സാന്നിധ്യവും നാം എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.